Hi everyone, welcome back to Kavitha's Sugar and Spice. ഇന്ന് നമ്മൾ ഒരു കേരള പൊട്ടാറ്റോ സ്റ്റ്യൂ അല്ലെങ്കിൽ ഇഷ്ടു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എൻ്റെ കുറച്ച് നോൺ മലയാളി ഫ്രണ്ട്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മലയാളികൾ മിക്കവർക്കും സ്റ്റ്യൂ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അറിയുണ്ടാവും. പക്ഷേ എന്തായാലും പുതുതായി കുക്കിംഗ് ഒക്കെ തുടങ്ങിയ കുട്ടികൾക്ക് ഈ റെസിപ്പി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വെറൈറ്റി ഡിഫറെൻറ്റ് വേർഷൻസ് ഒക്കെ ആയിട്ടുള്ള സ്റ്റ്യൂകളുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ, ബേസിക് ആൻഡ് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു കേരള പൊട്ടാറ്റോ സ്റ്റ്യൂ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റ്യൂവിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് ക്യൂബ്സായി മുറിച്ചിട്ടുണ്ട്. അതൊരു 3 കപ്പോളം വരും. പിന്നെ 2 ചുവന്ന ഉള്ളി നീളത്തിലരിഞ്ഞത്, അതൊരു 1.5 കപ്പ് ഉണ്ടാവും. അപ്പോൾ 3 കപ്പിൻ്റെ നേർപകുതി എന്നുള്ള കണക്കിൽ. പിന്നെ 1 കപ്പ് കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ 1/2 ക്യാൻ കോക്കനട്ട് മിൽക്ക്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഉപ്പും കുരുമുളകും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് മുഴുവൻ ഇടാം. അതിൻ്റെ ഒപ്പം ഉള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനം ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ പെപ്പറും ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഈ പച്ചക്കറികൾ മുങ്ങിക്കിടക്കുന്ന അത്രയും മാത്രം മതി, കൂടുതലായിട്ട് വേണ്ട. പിന്നീട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ മറ്റേത് അത് വളരെ അധികമായി പോകും. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഓണാക്കാം. എന്നിട്ട് ബോയിലായതിൻ്റെ ശേഷം നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കത് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ വെട്ടി നോക്കുമ്പം മുറിഞ്ഞു എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് വെന്തു, അതാണ് അതിൻ്റെ അർത്ഥം. ഈ സമയത്ത് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിയുടെ കണക്കിന് എത്രയെന്ന് വെച്ചാൽ ചേർക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും ഈ സമയത്ത് മിക്സ് ചെയ്യാം. നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. കറി ലീവ്സും ഇടുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓഫായ സ്ഥിതിയിൽ നമുക്കിനി നമ്മുടെ 1 കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് ഇളക്കി കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആവശ്യത്തിനുള്ള ഗ്രേവി ഇതിലുണ്ട്. അപ്പം ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ വളരെ ഇങ്ങനെ ഒരു ഭയങ്കര വാട്ടറി ആയിപ്പോവും, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിപ്പം കറക്റ്റ് പാകത്തിനാണ്. നമ്മൾ നേരത്തെ കൂടുതൽ വെള്ളം ഒഴിക്കാതിരുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റട്ടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.